പാകിസ്ഥാനിലെ അധോലോകത്തേക്ക് നുഴഞ്ഞു കയറുന്ന ഇന്ത്യൻ സ്പൈ അതാണല്ലോ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഈ ബോലോച്ച് പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്, അവിടുത്തെ അധോലോക നേതാക്കളെ IS യൂസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്, അതിനെതിരെ അവിടുത്തെ പോലീസ് എടുക്കുന്ന ആക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നല്ല അന്തസ്സായിട്ട് അവിടെ നടന്നതാണ്. അതായത് 2000 മുതൽ 2009 വരെ പാകിസ്ഥാനിലെ കറാച്ചിയിലെ ലയാരി എന്ന് പറയുന്ന ടൗണിനെ വിറപ്പിച്ചിരുന്ന ഒരു അധോലോക നേതാവാണ് നമ്മുടെ അക്ഷയ് ഖന്ന അഥവാ റഹ്മാൻ ദക്കൈത്ത്, റഹ്മാൻ ബോലോച്ച്. പുള്ളിനെ പിടിക്കാനായിട്ട് വന്ന അവിടുത്തെ പോലീസുകാരൻ അല്ലെങ്കിൽ പുള്ളിക്കെതിരെ നടപടിയെടുത്ത പോലീസുകാരനാണ് സഞ്ജയ് ദത്ത്, സിനിമയിൽ റിയലായിട്ട് ചൗധരി അസ്ലാം. ഇതൊക്കെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ്, അവിടെ ഉള്ളതാണ്. സിനിമ ഇറങ്ങിയതിന് ശേഷം കുറച്ചുകൂടി ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഫുട്ടേജുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും, അതൊക്കെ വൈറലാണ്. ഇവരുടെ ഇടയിലേക്കാണ് ആര് കയറുന്നത്? ഇന്ത്യൻ സ്പൈ ആയിട്ട് നമ്മുടെ രൺവീർ സിംഗ് വന്ന് കയറുന്നത്. അങ്ങനെ കയറിയപ്പോൾ ദുരന്തർ എന്ന് പറയുന്ന സിനിമയായി. ഇതിൽ സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ അവിടെ വീണ്ടും വിവാദമായി. അപ്പോൾ ഈ സൽമാൻ അല്ല റഹ്മാൻ, പേരൊക്കെ ഒരേപോലെ ഇരിക്കുന്നത്, റഹ്മാൻ ദക്കൈദിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവിടെ ഒരുപാടുണ്ട് ലയാരിയിൽ. അവർ പറയുന്ന പുള്ളിക്ക് IS ആയിട്ടൊന്നും ബന്ധമില്ല, പുള്ളി ഞങ്ങളുടെ സ്വന്തം ബോലോച്ച് നേതാവാണ്, പുള്ളി അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നാണ്. പക്ഷേ പുള്ളിക്ക് IS ആയിട്ട് ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിദേശത്തെ പല ചാരസംഘടനകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്ന് ചൗധരി അസ്ലമിൻ്റെ ടീമിലുള്ള ഒരു പോലീസുകാരൻ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ സത്യം, കുറേയൊക്കെ കള്ളം.